ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു എക്സലിൻ്റെ ടിപ്പുമായിട്ടാണ് വരുന്നത്. നമ്മൾ സാധാരണ ഷീറ്റിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഐറ്റം ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ kg പീസസ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ക്വാണ്ടിറ്റിയുടെ കൂടെ ലെറ്റേഴ്സും കൂടെ kg ആണെങ്കിലും പീസസ് ആണെങ്കിലും ലെറ്റേഴ്സും കൂടെ നമ്മൾ എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ ടോട്ടൽ കാണണം. നമ്മൾ ഓട്ടോ സം ഉപയോഗിച്ച് ഇതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ 0 ആണ് നമുക്ക് ആൻസർ വരിക. ആ നമ്പറിൻ്റെ കൂടെ ലെറ്റേഴ്സും കൂടെ വന്നതുകൊണ്ടാണ് അങ്ങനെ 0 നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് 0 അല്ലാതെ അവിടെ നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ കാണിക്കണം. ടോട്ടലിൻ്റെ കൂടെ kg എന്ന് പറയുന്ന ലെറ്ററും കൂടെ വരണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഇത്രയും ഡീറ്റെയിൽസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്യുക. ഇത്രയും ടോട്ടൽ വരുന്ന അത്രയും അതിൻ്റെ മുകളിൽ വരെയുള്ള സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെല്ല് സെലക്ട് ചെയ്യുക. കസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം ജനറൽ ടൈപ്പിന് താഴെ ജനറൽ എന്ന ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ഡബിൾ കോഡ്സിൽ kg അല്ലെങ്കിൽ പീസസ് ആണെങ്കിൽ PCS എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ നമ്പർ മാത്രം കൊടുത്ത് എൻ്റർ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് kg എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ വരും. ഇനി ഇങ്ങനെ വന്നതിന് ശേഷം ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോ സം സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടലും കിട്ടും. ഒപ്പം തന്നെ kg അല്ലെങ്കിൽ പീസസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്